ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത വിഷയങ്ങളിലും ക്ഷീണിക്കുമെന്നോ പതറുമെന്നോ തലകുനിക്കുമെന്നോ മുന്നോട്ട് പോകുവാൻ ആശയില്ലെന്നൊക്കെ വരുന്ന പ്രത്യേക പ്രതിസന്ധിയിൽ ശരണത്തിനായി ഓടിച്ചെല്ലുവാൻ സ്ഥിരപ്പെട്ടതും നമുക്ക് നങ്കൂരമിടുവാൻ കഴിയുന്നതും തിരശീലയ്ക്കപ്പുറത്ത് നിൽക്കുന്നതുമായ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യെശയ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായം പലവിധമായ ആശയങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു അധ്യായമാണ് 20-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം ആകമാനം നാം പഠിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, നീരസം, കോപം ഇവയെല്ലാം സമ്മിശ്രമായിട്ട് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ പ്രവചന പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ജനത്തോട് ദൈവം ഉറപ്പുള്ള സ്ഥിരതയുള്ള കരുണ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ പോലും ദൈവത്തോട് അനിഷ്ടമായി പ്രവർത്തിക്കുന്നവരോട് ദൈവത്തിനൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വളരെ ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രവചന പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. 20-ാം അധ്യായം ഒരു പഠന വിഷയമായി ചിന്തിക്കുമ്പോൾ പ്രതീകാത്മകമായ രീതിയിൽ യെശയ്യാവിനോട് ദൈവം പറയുകയാണ്, നീ നഗ്നനായി ചെരുപ്പിടാതെ നീ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകണം. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് അശൂർ രാജാവിൻ്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവര് ആ അശൂർ രാജാവിൻ്റെ കയ്യിൽ തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാലും തങ്ങൾ അവിടെ നിന്ന് വിടുവിക്കപ്പെടും, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്നോ കൂശ്യരിൽ നിന്നോ മറ്റുള്ള വ്യക്തികളിലൂടെ തങ്ങൾ വിടുവിക്കപ്പെടുമെന്നുള്ള പ്രത്യാശ അവർ വെച്ച് പുലർത്തുകയാണ്. എന്നാൽ ഈ പ്രത്യാശ അവർക്ക് ഗുണകരമായി തീരുന്നില്ല. തങ്ങളുടെ പുകഴ്ചയായിരുന്ന കൂഷും മിസ്രൈമും ഒക്കെ അശൂർ രാജാവ് ഭ്രമിച്ചുപോയി. അവരൊടുവിൽ പറയുകയാണ്, അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ഓടിച്ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും എന്ന് പറയും. അപ്പോൾ അവരുടെ പ്രത്യാശ ദൈവത്തിലല്ലായിരുന്നു. അവിടെയാണ് അവരുടെ ജീവിതം പരാജയപ്പെട്ടു പോയത്. അവർ ദൈവത്തിൽ, അശൂർ രാജാവ് വന്ന് മിസ്രൈമിനെ തടവിലാക്കുവാൻ തുടങ്ങുമ്പോൾ, ഇസ്രായേലിനെ തടവിലാക്കുവാൻ തുടങ്ങുമ്പോൾ മിസ്രൈമിൻ തടവിലാക്കപ്പെടുകയാണ്. അവർക്ക് പിന്നെ അവർ ദൈവത്തിങ്കിലേക്ക് ആ ബലമുള്ള ജാതീയ രാജകീയ ശക്തി അവരെ ബന്ധിക്കപ്പെടുവാൻ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ശരണത്തിനായി രക്ഷപ്പെടുവാൻ ഈ ജാതീയ രാജാക്കന്മാരിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇസ്രായേലിന്റെ പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തിങ്കിലേക്ക് ഈ തലമുറകൾക്ക് നോക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ അവർ മറ്റുള്ളവരിലേക്കാണ് അവർ പ്രത്യാശ വെച്ചത്. മറ്റുള്ളവരിലേക്ക് വെച്ച ആ പ്രത്യാശ അവര് പോലും അശൂർ രാജാവിന്റെ കയ്യാൽ ദണ്ഡിക്കപ്പെട്ടു, അവരും അതിനാൽ ബന്ധിക്കപ്പെട്ടു. അപ്പൊ പ്രത്യാശ വെച്ചവര് പോലും ബന്ധിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം ആകെ പരിഭ്രമിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിൽ, ഈ അധ്യായത്തിൽ ചെറിയ ഒരു 6 വാക്യമേ ഉള്ളെങ്കിലും വലിയൊരു സന്ദേശമാണ് അതിനകത്ത് ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നാം ഏത് പ്രതിസന്ധിയിലും, നിലനിൽക്കുവാൻ കഴിയാത്ത വേദനയിലും മനുഷ്യനെ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരെ ആശ്രയിക്കാതെ ഉറച്ച വിശ്വാസത്തോടെ വിളിച്ചവനായ ദൈവത്തെ നാം സ്ഥിരപ്പെട്ട് ആശ്രയിച്ച് ഉറച്ച് വിശ്വസിക്കുമെങ്കിൽ നമ്മുടെ ശരണവും പ്രത്യാശയും ഒരിക്കലും പാഴായി പോകില്ല. നമ്മുടെ ശരണവും പ്രത്യാശയ്ക്കും ഭംഗം വരാതെ നാം ഏതിനായിട്ടാണോ കാത്തിരുന്നത് അതിൽ നമ്മെ നമ്മുടെ കർത്താവ് ജയാളികളാക്കി മാറ്റും എന്നുള്ളതാണ് ഈ പ്രവചനത്തിൽ ഓരോ ഭക്തനെ പഠിപ്പിക്കുന്ന ആത്മീയ പാഠം. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നാം നമ്മുടെ പ്രത്യാശ പിടിച്ചുകൊള്ളണം. ശരണത്തിനായി ഓടി വന്ന മാറിപ്പോകാത്തതും ദൈവത്തിന് പോസ്റ്റ് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്കുണ്ട്. അത് ആത്മാവിന്റെ നങ്കൂരം തന്നെ. അത് സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അപ്പോൾ ഇസ്രായേൽ ജനം പ്രത്യാശ വെച്ചവരൊക്കെ
ആ പ്രത്യാശയ്ക്ക് അവരെ സഹായിക്കാതെ അവരും ബന്ധിക്കപ്പെട്ടപ്പോൾ എബ്രായ ലേഖന പുതിയ നിയമസഭയോട് പറയാണ്, മാറിപ്പോകാത്തതുമായ ഒരാത്മാവിൻ്റെ പ്രത്യാശ നമ്മെ കൈത്താങ്ങുന്ന, നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്ന, നമുക്ക് സന്തോഷത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശ വയ്ക്കുവാൻ കഴിയുന്ന, ശരണത്തിനായി നമുക്ക് ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ പാദപീഠമുണ്ട് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് പ്രിയരെ, ഈ 20-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളെ പ്രത്യാശ വയ്ക്കുവാൻ സ്ഥലമില്ലാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അവരെ പോലെയല്ല നാം. ഏത് ജീവിത സാഹചര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത വിഷയങ്ങളിലും ക്ഷീണിക്കുമെന്നോ പതറുമെന്നോ തലകുനിക്കുമെന്നോ മുന്നോട്ട് പോകുവാൻ ആശയില്ലെന്നൊക്കെ വരുന്ന പ്രത്യേക പ്രതിസന്ധിയിൽ ശരണത്തിനായി ഓടിച്ചെല്ലുവാൻ സ്ഥിരപ്പെട്ടതും നമുക്ക് നങ്കൂരമിടുവാൻ കഴിയുന്നതും തിരശീലയ്ക്കപ്പുറത്ത് നിൽക്കുന്നതുമായ ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൽ നമുക്ക് ശരണം വയ്ക്കാം. നാം ലജ്ജിച്ചു പോകുകയില്ല. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്തവൻ, നമുക്ക് ആ കർത്താവിൽ ശരണത്തിനായി ഓടിച്ചെല്ലാൻ നമുക്ക് അവകാശമുണ്ട്. ആ അവകാശം എത്ര ശ്രേഷ്ഠമാണ്. ആ അവകാശത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഗ്ലോറി.